സാധനം 120 സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും കമ്പൗണ്ട് നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. സാധനം കൊള്ളാം, നല്ല ലുക്കുണ്ട് കാണാനൊക്കെ. ഇന്നേ ഉള്ളൂ, നിങ്ങൾ നോക്ക്. നിങ്ങൾക്ക് ആവശ്യമുള്ള 1-2 പീസൊക്കെ ആണെങ്കിൽ ഇതിൽ വാങ്ങിച്ചു. ഇത് എൻ്റെ പോലെ ഇത് കൊള്ളാം കേട്ടോ, സൂപ്പറായിരിക്കുന്ന സാധനം, കാണാനും ലുക്കും ഉണ്ട്. എന്താണ് ഇത് നല്ല വിലയൊക്കെ എടുത്തിട്ടിരുന്നു നമ്മൾ. അങ്ങനെ ഒന്നും നമുക്കൊരു വലിയ അതൊന്നുമില്ല. എനിക്ക് വിറ്റാൽ തന്നെ ഒരു 500-1000 രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം കേട്ടോ. ഈ സെറ്റ് ഉണ്ടാവും Y50 ആണ്. GB റാമൊക്കെ അവരോട് 30. വലിയ വലിപ്പം കണ്ട് സെറ്റ് എടുക്കാൻ നിൽക്കില്ല. ഇതൊക്കെ വന്നിട്ട് 2 GB റാം. പക്ഷെ നമ്മൾ തരുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് കൊള്ളാം. 3500 10 ആണെന്ന് തോന്നുന്നു. സാധനം സൂപ്പറായിട്ടിരിക്കണം കേട്ടോ, നല്ല ലുക്കുണ്ട്. മുട്ടായി ഒറിജിനൽ ഡിസ്പ്ലേ ഉണ്ട്, ആ ഒരു ക്വാളിറ്റി ഉണ്ട്. സ്ക്രീൻ കാർഡാണ് പൊട്ടിക്കുന്നത്, ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ല. ഇതിൻ്റെ കൂടെ ചാർജറും കൂടെ തരുവേ. അപ്പോൾ ഇത് വന്നിട്ട് 5000 രൂപയാണ് പ്രൈസ്. കൊണ്ടുവന്നാ അപ്പൊ അങ്ങനെ നമ്മളെ ഷോപ്പിൽ നിന്ന് കുറച്ച് സ്മാർട്ട് ഫോൺ കേൾക്കുന്നുണ്ടോ? ഒരു പാടം എന്തായാലും നമ്മളെ കുറച്ച് സ്മാർട്ട് ഫോൺ, കുറച്ച് ഡിഫക്റ്റ് ഒക്കെ ഉള്ള പീസാണ് നമ്മൾ സ്റ്റാർട്ട് ഗൈസ്. കുറെ ദിവസമായില്ലേ വീഡിയോസ് ഇട്ടു. 5000 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് 5G സ്മാർട്ട് ഫോൺ എടുക്കാൻ താല്പര്യമുണ്ട്. 5000 രൂപയാണ് സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് വരുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് 5G സ്മാർട്ട് ഫോൺ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എൻ്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ആ ഒരു നിലവാരം നോക്കിയാൽ മതി. എല്ലാത്തിനും ഡിഫക്റ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇതിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കാവേ. വീഡിയോ കണ്ടു, വീഡിയോയിലേക്ക് പോകാം. 5G 4G ഫോണുകളുടെ ലൈവ് അപ്ഡേറ്റ് ആണ്. ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ ജസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അതേപോലെ ഓൾഡ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഇതെല്ലാം ഓൾഡ് ആണ്, പക്ഷേ പുതിയതുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് പുതിയ പീസാണെങ്കിലും ഓൾഡ് ആണ്. സംഭവം എന്ന് വെച്ചാൽ ചെറിയ ഡിഫക്റ്റ് എല്ലാത്തിലും, ഈ ഇരിക്കുന്ന എല്ലാത്തിലും ഡിഫക്റ്റുകളുണ്ട്. ഓരോന്നിലും ഡിഫക്റ്റുകളുണ്ട്. കൂടുതലും ഡിസ്പ്ലേ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ നോക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് പറ. അങ്ങനെ പറയുന്ന റേറ്റിന് തരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സാധനങ്ങളാണേ. ഇത് കണ്ട ഡിസ്പ്ലേയിൽ അകത്തൊരു ക്രാക്ക് കിടക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് നോക്കണം. ഇത് മിക്കതിൽ ചാർജ് ഒന്നുമില്ല. ഇനി ചാർജൊക്കെ ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല വിലയൊക്കെ മാറും. ഇപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് 5G സ്മാർട്ട് ഫോൺ ഈ ഇരിക്കുന്ന കണ്ടീഷനിൽ ഒരു 5000 രൂപ ബഡ്ജറ്റിൽ വേണമെങ്കിൽ അങ്ങ് എടുത്തോ. 5000 രൂപ ബഡ്ജറ്റ് 5G സ്മാർട്ട് ഫോൺ ഉണ്ട്, എടുത്തോ എന്ന് ഞാൻ പറയും. അതാണ്ട് ഇതൊക്കെ വന്നിട്ട് 5000 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ സാധനങ്ങളല്ലേ. ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ക്രാക്ക് ഉണ്ട്, കാണുന്നുണ്ടോ നിങ്ങൾ? വലുതായിട്ട് കംപ്ലൈൻറ്റ് കാര്യങ്ങളെന്ന് പറയാനൊന്നും സാധ്യതയൊന്നുമില്ല കേട്ടോ. ബോഡി എല്ലാം കൊള്ളാം. ഡിസ്പ്ലേയിൽ ചെറിയ എന്തെങ്കിലും ഡിഫക്റ്റ് വരും. എല്ലാത്തിലും ഒരു 5000 രൂപ ബഡ്ജറ്റിൽ 5G സ്മാർട്ട് ഫോൺ, ഒരു 3000 രൂപ 4000 രൂപ ബഡ്ജറ്റിൽ ഇതേപോലത്തെ 4G സ്മാർട്ട് ഫോൺ. വലിയ ഡിഫക്റ്റ് ഒന്നും നോക്കണ്ട, എന്നാലും ചെറിയ ഡിഫക്റ്റ്. ഇതാ പോക്കോടെ M2 Pro ആണ് സാധനം. പൊളി സാധനമാണ്. ഡിസ്പ്ലേ ഉണ്ടല്ലേ, ഇത്തിരി ഷോർട്ടേജ് ഉണ്ട്, നല്ല ഡിഫക്റ്റ് ഉണ്ടല്ലേ ഡിസ്പ്ലേയിൽ. എന്നാലും ഒറിജിനൽ ഡിസ്പ്ലേ ഒക്കെ ഒറിജിനൽ ആയിരിക്കും കേട്ടോ. ഡിസ്പ്ലേയിൽ ഒറിജിനലാണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറ്റിയിട്ട് കൊടുത്താലും ഷോപ്പുകാർക്ക് വാങ്ങി ഒരു കളക്ഷൻ, ഒരു വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. നമുക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ നമുക്ക് വീഡിയോ പർപ്പസിന് വേണ്ടി ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ നോക്ക്. നിങ്ങൾക്ക് ആവശ്യമുള്ള 1-2 പീസൊക്കെ ആണെങ്കിൽ ഇതിൽ വാങ്ങിച്ചു. ഇത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് കുഴപ്പമൊക്കെ ഉണ്ട്. കണ്ടുപിടിക്കണം എന്താണ് കുഴപ്പമെന്ന്. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പം കാണാതിരിക്കുമല്ലോ. ഡിസ്പ്ലേയിലാണ് കൂടുതലും കംപ്ലൈൻ്റൊക്കെ വരുന്നത്. കാണാൻ സൂപ്പർ അല്ലേ? എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിച്ചോ. 5000 രൂപയുള്ളൂ. പിന്നെ നാളെ വാങ്ങിച്ചതിന് ശേഷം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതങ്ങ് സഹിച്ചോളണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലേ, ഇത്തിരി 3 രൂപ ബഡ്ജറ്റിനൊക്കെ ഇതൊക്കെ വാങ്ങിക്കാം. ഇത്ര മാത്രം കോലം കെട്ട സാധനമല്ലേ. ഒരു 3000 രൂപ ബഡ്ജറ്റ് 4 രൂപയ്ക്ക് അകത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാമേ. ഒരു 5000 രൂപ 5G മാത്രം നോക്കിയാൽ മതി. ഇത് 5G ആണേ. ഒരു 4 രൂപ 5 രൂപ റേറ്റൊക്കെ വരും. വിവോ അല്ലേ. ഇതും ഒരു 4 രൂപ റേറ്റിന് Note 7 Pro റെഡ്മി കൊള്ളാം കേട്ടോ. ഡിസ്പ്ലേ പൊട്ടലുണ്ട്. എനിക്ക് 4000 രൂപയുടെ പ്രൈസ് വരുന്നത്. കുഴപ്പമില്ലല്ലേ. സൈഡ് ബട്ടൺ മാറിയിട്ടുണ്ട്. പണി ചെയ്തിട്ടുള്ള പീസാണ്. പണിയൊന്നും ചെയ്തില്ലെന്നാണ് പറഞ്ഞത്, പക്ഷെ പണി ചെയ്തിട്ടുണ്ട്. ഇതും കൊള്ളാം. 5G ആണേ. ചാർജില്ല ഒന്നും മിക്കതിൽ. ഇത് സ്ക്രീൻ കാർഡാണ് പൊട്ടിയിരിക്കുന്നത്, പക്ഷേ LED ഡിസ്പ്ലേ കംപ്ലൈൻ്റ് എന്നാണ് പറഞ്ഞ് തന്നത്. ബാക്കിയൊക്കെ നിങ്ങളെ വിധി പോറ്റിക്കണ്ടോ. A20 Y20 ഇതൊക്കെ എന്തെങ്കിലും ഡിസ്പ്ലേയിൽ ചെറിയ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ഭാഗത്ത് വർക്കാവില്ല. ഇതിൽ ഡിസ്പ്ലേ ഒരു യെല്ലോ ഷെയ്ഡുണ്ട്. ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റൊക്കെ വരും. എൻ്റെ പോലെ ഇത് കൊള്ളാം കേട്ടോ. സൂപ്പറായിരിക്കുന്ന സാധനം, കാണാനും ലുക്കും ഉണ്ട്.
എന്താണ് ഇതിൻ്റെ പ്രോബ്ലം ഒന്ന് കണ്ടുപിടിക്കുന്നത്. വൈറ്റൊക്കെ ആക്കി നോക്കി നമ്മൾ കണ്ടുപിടിക്കും. ഡിസ്പ്ലേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിയിരിക്കുന്നത് സാധനം 120 സ്റ്റോറേജൊക്കെ ഉണ്ട്. എന്തെങ്കിലും കമ്പൗണ്ട് നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. സാധനം കൊള്ളാം, നല്ല ലുക്കുണ്ട് കാണാനൊക്കെ. ഇതും കൊള്ളാം അല്ലേ, സൂപ്പറായിരിക്കല്ലേ, പുതിയതൊരിക്കല്ലേ സാധനം. ചാർജില്ല, ചാർജ് വയ്ക്കുന്നത്. ഇതെല്ലാം ചാർജ് വെച്ച് ഓണാക്കി എടുത്തിൻ്റെ കംപ്ലൈൻ്റൊക്കെ റെഡിയാക്കി വരുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല വിലയൊക്കെ മാറും. വിലയൊക്കെ നല്ല വിലയൊക്കെ എടുത്തിട്ടിരുന്നു നമ്മൾ. അങ്ങനെ ഒന്നും നമുക്കൊരു വലിയ ഇതൊന്നുമില്ല. ലാഭം മാത്രം, നഷ്ടമില്ല. പണം ഉണ്ടാ കയ്യിൽ, കയറി വാ. 3500 രൂപ നിങ്ങൾ കയ്യിൽ എടുക്കാറുണ്ടാ. ഇത് വാങ്ങിയാൽ കേട്ടോ, 4 രൂപയ്ക്കുള്ളിൽ നല്ല സ്മാർട്ടായിട്ടൊരു നല്ലൊരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കാൻ മതി. ഇതൊക്കെ വാങ്ങിയിട്ട് കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് റെഡിയാക്കി വിറ്റാൽ തന്നെ ഒരു 500-1000 രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം കേട്ടോ. ഈ സെറ്റ് ഉണ്ടാവും Y50 ആണേ സംഭവം. എന്നിട്ട് എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ് ഉണ്ട്, ഡിസ്പ്ലേയിൽ ചെറിയ ഡോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉറപ്പായിട്ട് വരും. ഒരു 3 രൂപ ബഡ്ജറ്റിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ വെച്ച് ഉപയോഗിക്കാം. കസ്റ്റമറിനും വാങ്ങിക്കാം, ഹോൾസെയിലർക്കും അഡ്വർട്ട് വാങ്ങിക്കാം. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ആണ്, ഡിസ്പ്ലേ ചേഞ്ചിലാണ്. നമുക്ക് ഗമ്മൊക്കെ റെഡി വന്നിരിക്കുന്നു. 3.5 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചാൽ 4 രൂപ കൊടുത്ത് 500 രൂപ നിങ്ങൾക്ക് ലാഭം. ഇതൊക്കെ വന്നിട്ട് 2GB റാമൊക്കെ അവരോട് വലിയ വലിപ്പം കണ്ട് സെറ്റ് എടുക്കാൻ നിൽക്കില്ലേ. ഇതൊക്കെ വന്നിട്ട് 2GB റാം. പക്ഷെ നമ്മൾ തരുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് കൊള്ളാം. 3500-4 രൂപയ്ക്കൊക്കെ കൊള്ളാം. ഇതുണ്ടോ, വിവോയുടെ Y795 ആണ് സാധനം. ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് നമുക്ക് വന്നത്, പക്ഷേ സ്ക്രീൻ ഗാർഡാണ് പൊട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ചാർജൊക്കെ വെച്ച് ഓൺ ചെയ്തെടുത്ത് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതൊരു 5G ഫോൺ, Redmi 10 ആണെന്ന് തോന്നുന്നു. സാധനം സൂപ്പറായിട്ടിരിക്കണം കേട്ടോ, നല്ല ലുക്കുണ്ട്, മുട്ടായി. ഒറിജിനൽ ഡിസ്പ്ലേ ഉണ്ട്, ആ ഒരു ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് അറിയത്തില്ല, അതാണ് വിഷയം. അതാണ്ട് 8GB റാം, 128 സ്റ്റോറേജ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് LCD കണ്ടല്ലേ, LCD പ്രോബ്ലം ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കിതിൽ എന്താണ് കംപ്ലൈൻറ്റ് എന്ന് കണ്ടുപിടിക്കണം. അതാ ഈ ഭാഗത്ത് ക്യാമറയുടെ ഭാഗത്ത് നോക്കിയാണ് ചെറിയ ഡോട്ട് കാണണ്ട, ബ്ലാക്ക് ഡോട്ടുകൾ കുത്തായിട്ട്. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഈ ഒരു കംപ്ലൈൻറ്റിനാണ് 5000 രൂപയൊക്കെ പ്രൈസ് വരുന്നത് ഗൈസ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കണം. നമ്മളെ കഴിവെന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തത്തിലാണ് നമ്മൾ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ടുപിടിച്ചാൽ, നമ്മൾ എന്ത് കണ്ടുപിടിച്ചാലും നമുക്ക് ആ കണ്ടുപിടുത്തം അത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം നമുക്ക് ആ കണ്ടുപിടുത്തത്തിൽ നിന്നുണ്ടാക്കാം. എന്തായാലും നാം പാതി ദൈവം പാതി എന്നല്ലേ. അപ്പം ഇതാണ് നമ്മുടെ പാതി, ഇതാണ് നമ്മൾ തരുന്ന പകുതിയാണ്. ഡിസ്പ്ലേ ഇല്ലാതെ സെറ്റ് മാത്രം എടുത്ത് തരും. ബാക്കി നിങ്ങൾ സെറ്റ് ഡിസ്പ്ലേ റെഡിയാക്കി വേറെ കംപ്ലൈൻ്റ് ഒക്കെ റെഡിയാക്കി കൊടുത്ത് ലാഭം ഉണ്ടാക്കാൻ നോക്കുക ഗൈസ്. ഇപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ എപ്പോൾ ഉണ്ടാക്കും. എല്ലാം പക്ക ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല കേട്ടോ. ചിലത് ഓണായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലെക്ക്, നമ്മളെ തല വരെ ശരിയാണെങ്കിൽ കുറച്ച് പണം നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളും ഈ കൂടുതലുണ്ട്. പിന്നെ ഒരു iPad ഉണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് iPad ആർക്കെങ്കിലും? ഒരുപാട് കൂടി ചോദിക്കുന്നൊരു സാധനമാണ് ഇത്. ഇതിൻ്റെ ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ടലുണ്ട്. ഈ ഭാഗത്ത് ഗ്ലാസ് അല്ല, സ്ക്രീൻ ഗാർഡാണ് പൊട്ടിക്കുന്നത്, ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ല. ഇതിൻ്റെ കൂടെ ചാർജറും കൂടെ തരുവേ. അപ്പോൾ ഇത് വന്നിട്ട് 5000 രൂപയാണ് പ്രൈസ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷോപ്പിൽ പുതിയതായിട്ട് വന്ന കളക്ഷൻസ്. ഇനിയും ഒരുപാട് കളക്ഷൻസ് വരട്ടെ എന്ന് ഞാൻ കാത്തിരിക്കും.